ഓടക്കാലി സെന്റ് മേരീസ് പള്ളിയിൽ സംഘർഷം. കോടതി വിധിയുടെ ബലത്തിൽ പള്ളിയിൽ പ്രവേശിക്കുമെന്ന് ഓർത്തഡോക്സ് സഭ. ചെറുക്കാൻ യാക്കോബായ സഭ. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം. മൂന്നാറിൽ അനധികൃത കയ്യേറ്റങ്ങളിലെ ഒഴിപ്പിക്കൽ തുടരണമെന്ന് ഹൈക്കോടതി. യാതൊരു കാരണവശാലും തടസ്സമുണ്ടാകരുത്. എന്തുകൊണ്ട് സർവേ പൂർത്തിയാക്കാൻ കഴിയുന്നില്ലെന്ന് സർക്കാരിനോട് ചോദ്യം. സർവേ പൂർത്തിയാക്കാൻ എത്ര സമയം വേണമെന്നും കോടതി. +1 സീറ്റ് പ്രതിസന്ധിയിൽ യൂത്ത് ലീഗ് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ കല്ലുകളും കമ്പുകളും വലിച്ചെറിഞ്ഞ പ്രവർത്തകർ. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. TP വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് നീക്കത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. KK രമ നൽകിയ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഇളവ് നൽകരുതെന്നാവശ്യപ്പെട്ട് KK രമ ഇന്ന് ഗവർണറെ കാണും. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാൻ സർക്കാരിന് ഭയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശിക്ഷാ ഇളവിന് നീക്കം നടന്നതിന് വ്യക്തമായ തെളിവ്. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സർക്കാർ മുന്നോട്ടു പോയാൽ മന്ത്രിമാരെ പോലും പുറത്തിറക്കാതെ പ്രതിഷേധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം. പ്രോട്ടേം സ്പീക്കർ സ്ഥാനത്തേക്ക് തഴഞ്ഞ കൊടിക്കുന്നിൽ ഇന്ത്യ മുന്നണിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. ഓം ബിർള NDA സ്ഥാനാർത്ഥിയെന്ന് സഖ്യകക്ഷികളെ അറിയിച്ച് BJP. പോപ്പുലർ ഫ്രണ്ട് നിരോധന കേസിൽ 17 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം. ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികൾക്കും ജാമ്യം കിട്ടിയതോടെ NIAക്ക് തിരിച്ചടി. ജാമ്യം കർശന ഉപാധികളോടെ. കോഴിക്കോട് LDFനും CPMനും എതിരെ പോസ്റ്റർ. പാർട്ടിയെ നിലയ്ക്ക് നിർത്താൻ 1000 പോരാളി ഷാജിമാർ ഇനിയും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. കരീം കാ പ്രയോഗം വർഗീയതയുടേതെന്നും ജയരാജന്റെയും വിജയരാഘവന്റെയും സംസാരം ധിക്കാരപരമെന്നും പോസ്റ്ററിൽ. അവയവ മാഫിയ കൊല്ലത്തും. പരവൂരിൽ മാത്രം നിർധനരെ ഇരയാക്കി കോടികളുടെ കച്ചവടം. മത്സ്യത്തൊഴിലാളികളെ കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് കൊച്ചിയിലെ ആശുപത്രികളിൽ എത്തിച്ച്. ന്യൂസ് മലയാളം ഇൻവെസ്റ്റിഗേഷൻ തുടരുന്നു. കളിയിക്കാവിളയിൽ ക്വാറി ഉടമയെ കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കരമന സ്വദേശി ദീപുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാറിനുള്ളിൽ നിന്ന് 10 ലക്ഷം രൂപ കണ്ടെത്തിയതായും വിവരം. വീണ്ടും അപകടം ഉണ്ടാക്കി കല്ലട ബസ്. അമിത വേഗതയിൽ എത്തിയ ബസ് ഗുണ്ടൽപേട്ടിൽ വച്ച് പിക്കപ്പ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽപ്പെട്ടത് ഗുണ്ടൽപേട്ട് ചെക്ക് പോസ്റ്റിൽ നിർത്തിയിട്ടിരുന്ന മലയാളികളുടെ വാഹനം. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 മലയാളികൾക്ക് പരിക്ക്. തിരുവനന്തപുരത്ത് വ്യവസായ മേഖലയിലുണ്ടായ തീ നിയന്ത്രണ വിധേയം. വ്യവസായ മേഖലയിലെ പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് തീപിടുത്തം. പുലർച്ചെ 4 മണിക്ക് ആരംഭിച്ച അഗ്നിബാധ ശമിപ്പിക്കാൻ എത്തിയത് 20 ഫയർഫോഴ്സ് യൂണിറ്റ്. ആളപായമില്ലെന്ന് പ്രാഥമിക നിഗമനം. അങ്കണവാടിയുടെ 2ാം നിലയിൽ നിന്ന് വീണ് കുട്ടിക്ക് പരിക്ക്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുട്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ. രക്ഷിക്കാൻ ചാടിയ അധ്യാപികയ്ക്കും പരിക്ക്. സംഭവം അടിമാലി കല്ലാറിൽ. +1 സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ചന്ദ്രിക ദിനപത്രം. കേരളം കണ്ട ഏറ്റവും കഴിവുകെട്ട മന്ത്രിയെന്ന വിശേഷണം. മലബാറിനോടുള്ള അവഗണന ഇടതുപക്ഷത്തിന്റെ നയമെന്നും വിമർശനം.
കാലവർഷം ശക്തമായതോടെ മധ്യകേരളത്തിലും വടക്കൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട്. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കോപ്പ അമേരിക്കയിൽ ബ്രസീലിന് മങ്ങിയ തുടക്കം. ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോട് ഗോൾ രഹിത സമനില വഴങ്ങി മുൻ ചാമ്പ്യന്മാർ. മത്സരത്തിന്റെ തുടക്കം മുതൽ നിരവധി അക്രമം നടത്തിയെങ്കിലും കാനറിപ്പടയ്ക്ക് കാലിടറി. കണ്ണൂരിലെ CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമെന്ന് ആരോപണം. പാർട്ടിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു C. തോമസ്. മനസ്സ് മടുത്ത് പാർട്ടി ബന്ധം ഉപേക്ഷിച്ചെന്ന് മനു ന്യൂസ് മലയാളത്തോട്. ചരിത്രം കുറിച്ച അഫ്ഗാനിസ്ഥാൻ ആദ്യമായി 2020 ലോകകപ്പ് സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചു. ബംഗ്ലാദേശിനെ 8 റൺസിന് പരാജയപ്പെടുത്തി. സെമി കാണാതെ ഓസ്ട്രേലിയ പുറത്ത്. കോപ്പ അമേരിക്കയിൽ നാളെ മുൻ ചാമ്പ്യന്മാർ നേർക്കുനേർ. അർജന്റീന നാളെ ചിലിയെ നേരിടും. മത്സരം രാവിലെ 6:30 ന്യൂജേഴ്സിയിൽ.